ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചാരുമൂട്ടിലെ വീടിൻ്റെ ഡോറാണ്. അപ്പോൾ നോക്കിയാൽ അറിയാം, ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഫേഡായിട്ടുണ്ട്. അപ്പോൾ മഴയാണ്, നമുക്ക് ഈ വെയിലിന് തൊട്ട് മുന്നേ ഉള്ള മാസങ്ങളിൽ നല്ല മഴയായ സമയത്ത് എരിച്ചുവെള്ളമൊക്കെ അടിച്ച് കയറിയിട്ട് ആ ഒരു കളർ അവിടുത്തെ ഫേഡായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിലോ ഭയങ്കര വെയിൽ, ആ കിഴക്കുന്നുള്ള വെയിലെല്ലാം നമ്മുടെ ആ സ്റ്റെപ്പിലൊന്നും നമുക്ക് കാൽ വെച്ച് നിൽക്കാനേ പറ്റത്തില്ല. അപ്പോൾ അമ്മാതിരി വെയിൽ ആ ഡോറിലോട്ട് അടിക്കുന്നതുകൊണ്ടും കൂടി ഡോറിൻ്റെയും ആ കട്ടളയുടെ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിണ്ട് കീറിയതുപോലെ കിടപ്പുണ്ട്. അങ്ങനെയും കളറൊക്കെ നന്നായിട്ടൊന്ന് ഫേഡായിട്ടുണ്ട്. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അപ്പം നമ്മളെന്തായാലും ചുമ്മാ ഇരിക്കുന്ന സമയമാണിത്. അപ്പോൾ നമ്മൾ മൂന്നാം കുറ്റീനെ നമ്മുടെ ചാരുമുട് വീട്ടിലോട്ട് വന്നിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കുക, ആ സമയത്ത് നമുക്ക് എന്നാൽ ഒരു കുഞ്ഞു കാര്യം ചെയ്ത് നമ്മുടെ ഈ ഒരു ഡോറിനെ സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ അനിയൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന മീനാണ്. നല്ല കുഞ്ഞു മീനുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അവനതിന് ഫുഡൊക്കെ കൊടുക്കുവാണ്. അവിടോട്ട് ചെല്ലുമ്പോൾ നല്ലൊരു തണുപ്പ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ മീനിന് ഫുഡൊക്കെ കൊടുത്തിട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സാൻഡ് പേപ്പറാണ്, നമ്മൾ ഡോറിനെ മൊത്തം സാൻഡ് പേപ്പർ മേടിക്കുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് അമ്മയും അച്ഛനൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ഡോർ ഇങ്ങനെ അതിൻ്റെ ആ അടിഭാഗം ഇങ്ങനെ മങ്ങി കിടക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പോലെ അതൊന്ന് റെഡിയാക്കി എടുക്കണമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും അത് ചെയ്താക്കാമെന്ന് കരുതി. അപ്പോൾ ഫസ്റ്റ് സാൻഡ് പേപ്പർ പിടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങ് തുടച്ച് കളഞ്ഞു. പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വുഡ് ഫിനിഷാണ് ചെയ്യുന്നത്. പക്ഷേ വുഡ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുള്ള ലുക്കെന്ന് പറയുന്നത് അടിപൊളിയാണ്. ഭയങ്കര മാറ്റം കേട്ടോ. നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വുഡ് ഫിനിഷ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഫേഡായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ മങ്ങിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വുഡ് ഫിനിഷ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉള്ള ആ ഒരു ഗ്ലോയിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതേപോലെ കൊനിഷ്ഠ പണികളൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മൂന്നാം കുറ്റിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ശിവരാത്രിക്ക് വേണ്ടി വീട്ടിലോട്ട് വന്നതാണ്. അപ്പോഴാണ് ഡോറിൻ്റെ ഇത് കണ്ടത്. അപ്പോൾ അത് ചെയ്തേക്കാമെന്ന് കരുതി. പക്ഷേ ചെയ്തു കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആ ചെയ്തപ്പോൾ ഒരു നല്ല രസമുണ്ട്. അത് ചെയ്തുകൊണ്ട് നല്ലതായതേ ഉള്ളൂ, അത് കുളമാക്കിയില്ലല്ലോ. അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതേണ്ട നമ്മൾ ആ വുഡ് ഫിനിഷ് അടിച്ച സ്ഥലവും നേരത്തെ ആ ഫേഡായി കിടന്ന സ്ഥലവും തമ്മിൽ ഭയങ്കര വ്യത്യാസം, ഭയങ്കര മാറ്റം ഉണ്ടാകുന്നു. നമ്മൾ ആ വീഡിയോയിൽ നോക്കിയാൽ തന്നെ അറിയാം എന്ത് ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിലെന്ന്. അപ്പോൾ കതക് ഫുള്ള് നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്നാൽ പിന്നെ കട്ടളപ്പടിയും കൂടി അടിച്ച് കംപ്ലീറ്റ് ചെയ്യാം, എന്നാൽ ആ ഒരു ഫിനിഷ് ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ അതും കൂടി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വലിയ പ്രയാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഒരു ഇച്ചിരി ഒരു ഏറിപ്പോൾ ഒരു 10-15 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പം ആ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഡോർ ആയതുകൊണ്ട് തന്നെ എന്ത് വ്യത്യാസം ഉണ്ടാകുമെന്നറിയാം. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ എൻ്റെ പണ്ട് മുതലുള്ള പരിപാടിയാണ്. ഞാൻ കൂടുതലും ഡ്രസ്സിലൊക്കെയാണ് തുണികളൊക്കെ എടുത്തിട്ട് പല മോഡലിൽ കട്ട് ചെയ്യുക, അതൊക്കെ തുന്നി തയ്ക്കുക, മെനക്കിട്ട് കൂടുതലും തയ്യൽ മെഷീനിൽ ചെയ്യാതെ സൂചി നൂലിലൊക്കെ ചെയ്യും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കാണ് നമ്മളിത് കാണുന്നത്. എന്ത് വ്യത്യാസമാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ നോക്കിയാൽ അറിയാം, ആ ഒരു ക്ലിപ്പിൽ നോക്കിയാൽ അറിയാം, അതേപോലെ മാറ്റമാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി വുഡ് ഫിനിഷ് വാങ്ങിച്ചൊന്നുമല്ല, നമ്മുടെ വീട്ടിലിത് നേരത്തെ എന്തോ ആവശ്യത്തിന് വാങ്ങിച്ചതിൻ്റെ ബാലൻസ് ഇരുന്നു. അപ്പോൾ ഇത് നമുക്കിത് ചെയ്താവല്ലോ എന്ന് കരുതി എടുത്തതാണ്. അപ്പം ഇങ്ങനത്തെ ബാലൻസ് ആയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.